ഒരു ഗൃഹസ്ഥാശ്രമി പഞ്ചയജ്ഞം അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ് ഭാരതത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. 1 ദേവയജ്ഞം, 2 ഋഷിയജ്ഞം, 3 പിതൃയജ്ഞം, 4 അതിഥിയജ്ഞം, 5 ഭൂതയജ്ഞം. ഇവയാണ് പഞ്ചയജ്ഞങ്ങൾ. ദേവന്മാരോടുള്ള നമുക്ക് കടപ്പാട് തീർക്കണം. അത് നാമജപാതി കർമ്മങ്ങളിലൂടെ, ഹോമകർമ്മങ്ങളിലൂടെ എല്ലാം ആ കടം തീർക്കാം. അടുത്തതാണ് ഋഷിയജ്ഞം. നമ്മുടെ പ്രാചീന ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യലാണ് പരമപ്രധാനം. അതാണ് ഋഷിയജ്ഞം, അവരോടുള്ള കടമ. 3ാമത്തേതാണ് പിതൃയജ്ഞം. നമ്മുടെ പിതൃക്കൾ, അത് പിതാമഹന്മാരാവട്ടെ പ്രപിതാമഹന്മാരാവട്ടെ, അവരോടുള്ള കടമ നമ്മൾ നിറവേറ്റണം. ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഇച്ഛയ്ക്കൊത്ത് ജീവിക്കുവാൻ, അതുപോലെ അവരുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി പെരുമാറുവാൻ മക്കൾക്ക് ബാധ്യതയുണ്ട്. തീർന്നില്ല, അവർ മരിക്കുമ്പോൾ അവരുടെ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കണം. 4ാമത്തേതാണ് അതിഥിയജ്ഞം. 5ാമത്തേതാണ് ഭൂതയജ്ഞം. സർവഭൂതങ്ങളോടും നമുക്ക് ദയയുണ്ടാവണം. ഈ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ. നമസ്തേ.